നിങ്ങൾക്ക് സമാധാനം. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മളേതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പ്രയാസഘട്ടത്തിൽ കൂടെ, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ചില വ്യക്തികൾ, നമ്മൾ സ്നേഹിച്ച ചില വ്യക്തികൾ, നമ്മെ സ്നേഹിച്ച ചില വ്യക്തികൾ ഒരുപക്ഷെങ്കിൽ അവരാ സമയം നമ്മളുടെ അടുക്കൽ വരാതെ ഇരിക്കാം. ഒരു ഫോൺ ചെയ്ത് നമ്മളെ വിളിക്കാതെ ഇരിക്കാം. പക്ഷെ നമ്മൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവർ വന്നില്ല. അത് നിമിത്തം നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന അനവധി ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മളെ കരുതിയവരോ നമ്മൾ വളരെ സ്നേഹം കൊടുത്തവരോ ഒക്കെ നമുക്കൊരു പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ കടന്നു വന്നില്ല എന്ന കാരണത്താൽ നാം നിരാശപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് ഒരു പരാജയത്തിലേക്ക് നീങ്ങുവാനിടയായിത്തീരും. നാം ശ്രദ്ധിക്കേണ്ട വിഷയം, അവരൊരു പക്ഷെങ്കിൽ മനഃപൂർവ്വമായിരിക്കാം നമ്മെ വിളിക്കാതെ ഇരുന്നത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ ആ പ്രശ്നത്തിന് നിങ്ങൾ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് ബലം ഇല്ല എന്ന് വന്നേക്കാം. അതുമല്ല എങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വരാഞ്ഞതായിരിക്കാം. എന്തുമാകട്ടെ, അവർ വന്നില്ല എന്ന് കരുതി നാം നിരാശപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നാം ഭാരത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. നമുക്കങ്ങനെ ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകരുത്. നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തികൾ വന്നൊരാശ്വാസവാക്ക് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം. നിങ്ങളെ ആശ്ലേഷിക്കുക, നിങ്ങളത് ചേർത്ത് പിടിക്കുന്നത്, നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്നതൊക്കെ നിങ്ങൾക്കൊരാശ്വാസമാകാം. അല്ലെങ്കിൽ അവരുടെ ആ സാമീപ്യം നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തിയിരിക്കാം. തീർച്ചയായും അത് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷെങ്കിൽ സംഭവിച്ചില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആരൊക്കെ നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മൾ ഭാരപ്പെടുന്ന ആ സമയങ്ങളിലും ആരൊക്കെ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചാലും, ആരൊക്കെ നമ്മളെ വന്ന് ബലപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മളെ വന്ന് കരം പിടിച്ചാലും അവരൊക്കെ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മെ വിട്ടുപോകും. അവരവരുടെ വീടുകളിലേക്ക് പോകും, അല്ലെങ്കിൽ അവരവരുടെ സ്ഥാനത്തേക്ക് പോകും. വീണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് ആകും. അവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ നമ്മൾ വരാത്തവരെ നോക്കിയോ വന്നവരെ നോക്കിയോ പോകാതെ യേശുവിനെ നോക്കി മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും. നമ്മുടെ ഭാരങ്ങളെ അവൻ വഹിക്കും, നമ്മുടെ വേദനകളെ അവൻ മാറ്റും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതായത് മനുഷ്യരിൽ ആശ്രയിക്കാം, പക്ഷെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നതാണ്, യേശുവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും മാറാത്ത നല്ല കൂട്ടുകാരനായി, ഒരിക്കലും വിട്ടുപോകാത്ത ഏറ്റവും നല്ല സഹോദരനായി, എപ്പോഴും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥനായ ക്രിസ്തു നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും മറന്ന് കളയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ നിമിത്തം നിങ്ങളെ അവഗണിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന എന്തെങ്കിലും ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ നിങ്ങൾ ഉറയ്ക്കുമ്പോൾ ആ ഭാരവും
ആ വേദനയും ആ സങ്കടവും നിങ്ങളെ വിട്ടുമാറും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.